എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ രാജസ്ഥാൻ സീരീസിലെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജയ്പൂർ മെട്രോയിലെ കാഴ്ചകളാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ജയ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള മെട്രോ സ്റ്റേഷനിലാണ്. ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോകണം. നമ്മൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ടിക്കറ്റ് എടുക്കണം. വെടി ചോപ്പടല്ലേ സ്ഥലത്തിൻ്റെ പേരെന്താ? വെടി ചോപ്പടോ? വെടി ചോപ്പട്. അവിടെ ചെക്കിംഗ് ഉണ്ട്. നമ്മുടെ അടുത്ത കണക്ക് തന്നെ അത്യാവശ്യം മാറ്റമൊന്നും ഇല്ല. എടുക്കാൻ പറ്റുന്നല്ലോ. അപ്പോൾ നോക്കിയിട്ട് ഇത് ടിക്കറ്റ് ഉണ്ടോ? ഇങ്ങനെ രണ്ട് ടോക്കണാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പം വെടി ചപ്പത് എന്ന് പറയുന്ന സ്റ്റോപ്പിലേക്കാണ് എടുത്തിരിക്കുന്നത്. ഒരാൾക്ക് 12 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 24 രൂപ, 25 രൂപ കൂട്ടിയാണ്. ഇനി എങ്ങനെ വർക്കാവുന്ന നോക്കാം. ഇത് അത്രയേ ഉള്ളൂ. കൊച്ചു കൊടുത്താൽ മതി അല്ലേ? ഭയങ്കര സ്പീഡുണ്ട്. സംഭവം കൊള്ളാം കേട്ടോ, നല്ല സ്പീഡുണ്ട്. നമ്മളിപ്പോൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജയ്പൂർ മെട്രോയിൽ ആദ്യമായിട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ നമ്മളതേ മുകളിലെത്തി. അപ്പോൾ ഇതിൽ മാനസസരോവറിൽ നിന്ന് ബിഡി ചോപ്പടിയിലേക്ക് പോകുന്ന ട്രെയിനാണ്. അപ്പോൾ നമുക്ക് മാനസസരോവർ അങ്ങോട്ടാണ്, നമുക്ക് ബിഡി ചോപ്പർ മുകളിലോട്ടാണ് കേട്ടോ. ഒരു കാര്യം ഫാസ്റ്റാണ് സംഭവങ്ങളൊക്കെ, പടപടയാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എനിക്കൊന്ന് കൊച്ചിയിൽ ഇതുപോലെ ഇതാക്കിയാൽ നല്ലതായിരുന്നു അല്ലേ? പേപ്പറിന് പകരം പെട്ടെന്ന് കയറി പോകുന്നുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ജയ്പൂർ, രാജസ്ഥാനത്തിൻ്റെ ആദ്യമായിട്ടാണ്. അപ്പം തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ജയ്പൂർ മെട്രോ വരുന്നത്. അപ്പം നമുക്ക് വരും നോക്കാം, മുകളിലോട്ട് പോയി നോക്കാം. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ അത്യാവശ്യം ഈ ഹവാമഹലൊക്കെ കാണേണ്ട പോവുകയാണെങ്കിൽ ഈ മെട്രോ തന്നെ യൂസ് ചെയ്യണേ. വളരെ ചിലവുറവാണ്, നല്ല സൂപ്പറാണ്. ഈ ഓട്ടോക്കാരെക്കാട്ടിലും എപ്പോഴും നല്ല ഇത് തന്നെയാണ്. അതെ, നമ്മുടെ മുകളിലെത്തി വെടിച്ചപ്പറ്. അതോടോട്ട് മാറിയിരിക്കാം. നാല് കോച്ചുണ്ട് കേട്ടോ ഈ ട്രെയിന്. 7 മിനിറ്റോടെ നമുക്ക് വെയിറ്റ് ചെയ്യണം. നോക്കി കഴിഞ്ഞാൽ ചെറുതായിട്ട് ടൗണൊക്കെ കാണാം കേട്ടോ. അത് തിരിച്ച് മാനസരോവർ പോകുന്ന ട്രെയിനാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് വരെ കാണാൻ. നമ്മുടെ അവിടുത്തെ അത്ര സെക്യൂരിറ്റി ചെക്കിങ് ഒന്നുമില്ലെന്നോ അല്ലേ? മറ്റേ അങ്ങോട്ടൊക്കെ ആൾക്കാർ വിസിലടിക്കാനും പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറിക്കാനൊക്കെ പറയുമായിരുന്നു. അങ്ങനെ കേബിൾ ചവിട്ടല്ലേ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അതൊന്നും കാണുന്നില്ല കേട്ടോ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ജയ്പൂർ നഗരത്തിൻ്റെ ചെറിയൊരു വ്യൂ കിട്ടും. നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത്, ജയ്പൂർ റെയിൽവേ സ്റ്റേഷൻ. സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ മെട്രോ സ്റ്റേഷൻ ഉള്ളത്. അതുകൊണ്ട് ഇതിന് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഈ ഒരു മെട്രോ സ്റ്റേഷൻ്റെയും പേര്. നമ്മുടെ വണ്ടി ഇനി 2-3 മിനിറ്റ് കൊണ്ട് 3 മിനിറ്റാണ് കാണിക്കുന്നത്. വെടി ചോപ്പർ. നമ്മുടെ അവിടുത്തെ അതേ ഇത് തന്നെ, അനൗൺസ്മെൻറ്റും കാര്യങ്ങളെല്ലാം
അതൊക്കെ തന്നെ. ആകെ വ്യത്യാസം വന്നേക്കും നമ്മൾ ഈ കോയിൻ ആ സംഭവം തരുന്നേ ഉള്ളൂ അല്ലേ? ടിക്കറ്റ് ടോക്കൺ കണക്ക് തരുന്ന സാധനമുള്ളൂ. അതേപോലെ നമുക്കൊരു വ്യത്യാസമായിട്ട് തോന്നിയത്. മാഗ്നറ്റ് എന്താ സംഭവം ഉണ്ടല്ലേ? നമ്പരും ഉണ്ട്. നമ്പർ എന്തൊക്കെയാണ്? നമ്പരും ഉണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ ജയ്പൂർ മെട്രോ എന്നൊരു ലെറ്ററും അവിടെ ലോഗോയും ഉണ്ട്. ജയ്പൂർ മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. ഈ സ്റ്റേഷനിലൊന്നും അധികം തിരക്കില്ല അല്ലേ? പറഞ്ഞില്ലേ, ജോലിക്ക് പോകുന്ന ആൾക്കാർ അത്യാവശ്യം ഇതായിട്ടുള്ള ആൾക്കാർ കയറത്തുള്ളൂ. സാധാരണക്കാർ മൊത്തം മറ്റേ ചെറിയ ഇലക്ട്രിക് ഓട്ടോയിലേ കയറത്തുള്ളൂ. കൂടുതൽ അധികം തിരക്കായിട്ട് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല. ഇനിയും ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഇനിയും പറഞ്ഞിട്ട് കൂടുതലും ആൾക്കാരുടെ സ്ഥാപനങ്ങൾ ജോലിയുടെ സ്ഥാപനങ്ങളൊക്കെ അങ്ങോട്ട് ഇല്ലായിരിക്കും. അതായിരിക്കും പക്ഷേ ടൗൺ സിറ്റിയിൽ തന്നെ ആയിരിക്കും കൂടുതലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലേ? സിറ്റി ഉണ്ട്, ഒരുപാടുണ്ട്. സിറ്റി ഇങ്ങനെ കിടക്കുമല്ലോ. നമുക്കിവിടെ നോക്കിയാൽ കാണാം കേട്ടോ. ഇങ്ങനെ വളഞ്ഞാണ് ഈ ഒരു മെട്രോയുടെ ഇത് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പോകേണ്ട ട്രെയിൻ ഇങ്ങനെ സ്പീഡൊന്നുമില്ല. ഈ ടവറിൻ്റെ സൈഡിൽ കൂടെ നോക്കിയാൽ അറിയാം. ചെറുതായിട്ട് കണ്ടോ, അവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ മെട്രോ ഇങ്ങനെ വരുന്നുണ്ട്. വന്ന് ഇങ്ങനെ ഇറങ്ങി ഇതിലേക്കൂടി ഇങ്ങനെ ഇവിടെ വരും. അപ്പോൾ ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അധികം താമസിക്കാതെ ആ വണ്ടി ഇങ്ങനെ വരും. നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജയ്പൂർ മെട്രോയിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ അടുത്ത സ്റ്റേഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഹിന്ദിയിലാണ്. പിങ്ക് ലൈനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇപ്പോൾ സിറ്റിയുടെ ചെറിയൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാം. പക്ഷേ ട്രെയിനിൻ്റെ ഗ്ലാസ് ഒന്നും അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട് നമുക്കത് അത്ര വ്യക്തമായിട്ട് പകർത്താൻ പറ്റുന്നില്ല കേട്ടോ. പക്ഷേ സ്പീഡൊക്കെ ഉണ്ട് കേട്ടോ. Metro passengers are requested not to use mobile phone at high volume. ഈ സിന്ധി ക്യാമ്പ് സ്റ്റേഷനല്ലേ നമ്മൾ ഇന്നലെ വന്നേ? ഇവിടെ ബസ് സ്റ്റാൻഡൊക്കെ വന്ന് നിന്നല്ലേ? ആ സ്റ്റേഷൻ. ഞങ്ങൾ ഇന്നലെ ഇവിടെ കുറേ നേരം വന്ന് നിന്നായിരുന്നു കേട്ടോ. കുറേ നേരം വന്ന് നിന്ന് ഞങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോകൾ ചെയ്തില്ല, അതിനകത്തുണ്ട്. കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ നിന്നായിരുന്നു. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇവിടെ നോക്കിയറിയാം. ഇപ്പോൾ നമുക്കൊന്നും കാണാൻ സാധിക്കില്ല. പിന്നെ പല സ്റ്റേഷനും ഇവിടെ അണ്ടർഗ്രൗണ്ടാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഇനിയിപ്പം വെറുതെ ഇവിടെ ഒന്ന് വീഡിയോ എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. മൊബൈൽ ഓണാക്കി വെക്കാമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനാണ്. 2-3 സ്റ്റേഷനാണുള്ളത്. 3 സ്റ്റേഷൻ കണ്ടുണ്ടെന്ന് തോന്നുന്നു അണ്ടർഗ്രൗണ്ട്. അനീഷ്പുരം അവിടെ ഇരുന്ന് മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 3-4 സ്റ്റേഷനോടെ കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേഷനായി. ഈ സ്റ്റേഷൻ കഴിഞ്ഞാൽ ഇപ്പോൾ ചൂട്ടി ചോപ്പാണുള്ളത്. ഇത് കഴിഞ്ഞാൽ പിന്നെ ബിഡി ചോപ്പാണ്. ബിഡി ചോപ്പിലാണ് നമുക്ക് ഇറങ്ങാനുള്ളത്.
ഇത് ചൂട്ടി ചപ്പ് എന്ന് പറയുന്നൊരു സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത സ്റ്റേഷനിൽ നമുക്ക് ഇറങ്ങണം. അങ്ങനെ ജയ്പൂർ മെട്രോയിലും നമ്മൾ കയറി. കൊച്ചി മെട്രോ കഴിഞ്ഞിട്ട് പിന്നെ കയറിയിരിക്കുന്നത് ജയ്പൂർ മെട്രോ ആണ് കേട്ടോ. ഈ സ്റ്റേഷനിൽ നമുക്ക് ഇറങ്ങണം. ഇതൊരു അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഹവാമഹൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അടുത്തയാണോ? ആ ഇവിടെ വരെ ഉള്ളല്ലേ പേടിച്ചോ. അപ്പോൾ നമുക്കിനി എന്ത് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് സ്റ്റോപ്പ്. അതല്ലേ മാനസരോവർ. ആൾക്കാരൊക്കെ ഇറങ്ങി. നമ്മളെന്തേ ഇനി താഴേക്ക് പോകണം. അപ്പോൾ നമുക്ക് ഹവാമഹൽ, ജന്തർ മന്ദിരൊക്കെ കാണാൻ പോകേണ്ട ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഈ പറയുന്ന മെട്രോ. തിരക്കില്ല, ശല്യം കാരണം ഭയങ്കര റഷാണ്. അപ്പം ഇവിടെ റേറ്റും വളരെ കുറവാണ്. 12 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് അവിടെ വരെയുള്ളത്. ഫസ്റ്റ് ചാർജ് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അണ്ടർഗ്രൗണ്ടാണെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പം നമ്മൾ എസ്കലേറ്ററിൽ കയറി ഇതേ മുകളിലേക്ക് പോകണേ. പോയിട്ട് വേണം നമുക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മളവിടുത്തെ കാർഡ് ഇങ്ങനെ കാണിക്കുവാണെങ്കിൽ ഇതിൻ്റെ തിടുവാണ് വേണ്ടത്. നോക്കിയാലോ. അയ്യോ, അപ്പോൾ കാർഡ് നമ്മളിട്ടു, പുറത്തേക്ക് ഇറങ്ങി. ഇനി നമുക്ക് മുകളിലേക്ക് പോകണം അല്ലേ. ഇവിടെയാണ് ഒരു ടിക്കറ്റ്. ഇവിടെ ടിക്കറ്റൊക്കെ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഇതാണ്. ഇവിടെ നല്ല ക്ലീനിങ് ആണ് കേട്ടോ. അത്യാവശ്യം നീറ്റാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് മുകളിലേക്ക് പോകണം. ഇനി ഒരു പ്രശ്നം പറ്റുന്ന മുകളിൽ ചെല്ലുമ്പോൾ ഓട്ടൊക്കെ എല്ലാം കൂടെ പൊടി. ഇവിടുത്തെ ഏറ്റവും ഞങ്ങൾക്ക് വലിയൊരു ഒരു 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 ബോറായിട്ട് തോന്നിയത് ഇതാണല്ലേ. പ്രൈവസി ഇല്ല. 2 മിനിറ്റ് നോക്കി പറ്റത്തില്ല.